സിൽമ അക്കാദമി വളരെ ഉഷാറായിട്ട് പോവുകയല്ലേ? സത്യത്തിൽ അടുത്ത വർഷം തുടങ്ങാൻ ഉദ്ദേശിച്ചൊരു സംരംഭം അതിന് മുന്നേ തന്നെ തള്ളിക്കയറി ജന്മം കൊള്ളുകയാണ്. എന്താണ് നിങ്ങളുടെ ഫീലിംഗ്, എന്താണ് അനുഭവങ്ങൾ? ഇത്രയും കുട്ടികൾ ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ. അൽഹംദുലില്ല, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ ഈ സിനിമ അക്കാദമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു അഡ്മിഷൻ്റെ ടൈമല്ല ഇത്. അഡ്മിഷൻ്റെ സമയമല്ല എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എക്സാമിനെ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്താണ്. ഏകദേശം 2 മാസം മുമ്പാണ് ഇങ്ങനെ കുട്ടികൾ പറഞ്ഞ പോലെ തള്ളിക്കയറി വന്നു പറയാണെങ്കിൽ. നമ്മൾ ഹാപ്പിസോണിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ഥാപനത്തിന് ഇത്രയൊക്കെ അധികം സാധ്യതകളുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു അത്ഭുതം ഇത് കേൾക്കുന്നവർക്ക് ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഈ അത്ഭുതത്തിൻ്റെ പിന്നിൽ നിന്നാണ് സത്യത്തിൽ ഈ അഡ്മിഷൻ വന്നതെന്നാണ് ഒരു പക്ഷേ അങ്ങനെ പറയാം. അതായത് ഈ സ്ഥാപനത്തിൽ സാധാരണ പൊതുവെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കുട്ടികൾ വരാൻ വേണ്ടി ഏറെ പണിപ്പെടാറുണ്ട്. നിങ്ങൾക്ക് ഫീലിംഗ് എന്താ? പിന്നെ നേരത്തെ സമയമാകുന്നതിന് മുമ്പേ, എക്സാം തുടങ്ങുന്നതിന് മുമ്പേ പരസ്യങ്ങൾ വിട്ട് ഇങ്ങനെ ഒരുപാട് പിന്നെ പരസ്യവാചകങ്ങളും ആ സ്ഥാപനം തമ്മിൽ ഒരു പക്ഷേ ഒരു ബന്ധം പോലും ഉണ്ടാവില്ല. എല്ലാ ഭാഷയും പഠിപ്പിക്കും. അതെ. അതുപോലെ തന്നെ അവിടെ തന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സംഗതിയൊക്കെ ഓഫർ ചെയ്യുക. അതായത് മനസ്സാക്ഷിക്കെതിരെ ഓഫർ ചെയ്തിട്ട് പല രൂപത്തിലാണ് അഡ്മിഷന് വേണ്ടി ശ്രമിക്കാറുള്ളത്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം എന്നുള്ള ഒരു മനുഷ്യൻ്റെ നീഡാണെങ്കിൽ അതിന് ഇത്ര പണിപ്പെടേണ്ട ആവശ്യം വരാൻ പാടില്ല ശരിക്കും. അപ്പോൾ അത് ആവശ്യമുള്ള രൂപത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അനുഭൂതി നിറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാധ്യതകളും റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഗ്യാരൻറ്റീഡ് ആണ് എന്ന് നമ്മൾ പറയുന്നിടത്തു നിന്നാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു അന്വേഷണങ്ങളും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണുള്ളത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അന്വേഷണങ്ങൾ വരുന്നത്. ഇത്രയും കുട്ടികൾ വന്നത് നിങ്ങൾ എവിടെയെങ്കിലും പരസ്യം ചെയ്തിരുന്നു? ഇല്ല, പരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും കുട്ടികളോട് പിന്നെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിരുന്നു? അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ തോന്നുന്നു. പക്ഷേ വരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് തന്നെ വളരെ രസകരമായ രൂപത്തിലാണ്. ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഇവിടെ താമസിച്ചാൽ മതി, ഇവിടെ ഇത്ര പരിമിതം. കാരണം നിലവിൽ ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി നിർമ്മിച്ച ബിൽഡിങ്ങുകളോ അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ രൂപമാണ്. അപ്പോൾ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ സൗകര്യം ഇവിടെ പ്രശ്നമല്ല. വേണ്ട പിന്നെ കുട്ടികളുടെ മുഴുവൻ ചെലവുകളും നമ്മൾ തന്നെ നോക്കിക്കോളാം എന്ന് രക്ഷിതാക്കൾ. അത് വലിയൊരു എക്കണോമിക്കലി നല്ല ബാക്ക്വേർഡുള്ള ആളുകളല്ല, വളരെ ചെറിയ വളരെ പാവപ്പെട്ട രക്ഷിതാക്കൾ പോലും, കൂലിപ്പണി എടുക്കുന്ന അങ്ങനത്തെ ആളുകൾ പോലും ചിലവുകളൊക്കെ കുട്ടികളുടെ ചിലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. അതായത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പിന്നെ ഈ റിസൾട്ടിനോടുള്ള ഈ ഒരു ആഭിമുഖ്യം കൊണ്ട് അവരങ്ങനെ തയ്യാറാക്കണം. പക്ഷെ ഇതിനർത്ഥം നിലവിൽ സൗകര്യങ്ങളില്ല എന്നുള്ളതല്ല. നമ്മൾ വലിയ ഫെസിലിറ്റി ഉള്ള എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയപ്പെടുന്ന ഈ ഫിനിഷ് മോഡൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിനെ ഇസ്ലാമിക് രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സത്യത്തിൽ ഇന്ന് എവിടെയും കാണാത്ത ഫെസിലിറ്റിയാണ് അവിടെ ഉണ്ടാകുക. ഒരു കുട്ടി ഒരു നിലക്കും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും. അതിൻ്റെ ഏറ്റവും പുറമെ ഒരിക്കലും ഈ പുതിയ കാലത്ത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ തോന്നുന്ന നമ്മുടെ ഈ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ, അത് വളരെ ന്യൂട്രിയൻ ഫുഡ് മാത്രം നൽകി ഒരു ഫുഡ് ഹാബിറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു വൈഡ് ഏരിയയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആശയങ്ങൾ വേറെ തന്നെ ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കലും മാത്രം അത് ധാരാളം നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. വലിയ വിശാലമായ ടോപ്പിക്കുകളായിട്ട് സംസാരിക്കപ്പെടേണ്ട ഒരു മാറ്ററാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കിങ്ങിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടേണ്ട ഒരു വിവരം, അതായത് ഇതിപ്പോൾ ജോയിൻ ചെയ്ത ഒരു 10-16ഓളം വിദ്യാർത്ഥികളുണ്ട്. അവരുടെ നിലവിലുള്ള അനുഭവം എന്താണ്? അവരുടെ മനോഭാവം എന്താണ്? അവർ ഈ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്യുമോ? അതെ, തീർച്ചയായും എന്നുള്ള ഒറ്റ വാക്കിൽ ഫസ്റ്റ് പറയേണ്ടത്. പക്ഷേ വിശദീകരിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിന്ന് കുട്ടികളിങ്ങനെ പുതിയൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്തുകൊണ്ട് കുട്ടികൾ ഈ സമയത്ത് അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത്. കുട്ടികൾ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പലരും പറയുന്നു ഇവരതിന് കൊള്ളരുതാത്തവരാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്നു ഈ കുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ആ കുട്ടികളെ വേണമെങ്കിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ പ്രൊജക്റ്റ് തെളിയിക്കാൻ വേണ്ടി കൂടെ, അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി കൂടെ എന്ന് വേണമെങ്കിൽ ഒരു അങ്ങനെ പറയാം. പക്ഷേ ചില കുട്ടികൾ അതിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റിന് വിധേയ ആളുകൾ, അങ്ങനത്തെ ആളുകളെ വരെ നമ്മൾ പഠിപ്പിച്ച സമയത്ത് വളരെ ആഴ്ചകളെ കൊണ്ട് ആ കുട്ടിക്ക് മാറ്റെടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ആ ഒരു കുട്ടി ഉസ്താദിനോടൊന്ന് സംസാരിക്കേണ്ടത്, ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി ഒരു അരമണിക്കൂർ പോലും അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പോലും ഒരേ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത
എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് എന്തെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റി ചെയ്താൽ കുട്ടിക്ക് മതിയാകും. അത്രയും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ പലയിടത്തും ഈ കുട്ടിയുടെ പ്രശ്നമായി കുട്ടിയെ തള്ളുകയും അടിക്കുകയും മോഷ്ടാവാണെന്ന് മുദ്ര കുത്തുകയും അതിൻ്റെ ഇങ്ങനെ ഒരുപാട് പ്രഹസനങ്ങളും പ്രയാസങ്ങളും ഏറ്റ കുട്ടികളൊക്കെ ആഴ്ചകളെ കൊണ്ടാണ് അതിൽ നിന്ന് മാറിയിട്ട്. മാത്രമല്ല ഇന്നലെ ഉസ്താദിനോട് സന്തോഷം പറഞ്ഞത് പിന്നെ അതും ജാമിഉൽ ഫുതൂഹിലെ തറാവീഹ് 10:30 അവസാനിക്കും. 10:30 8:30 തുടങ്ങി 8 മണി 8:15 തുടങ്ങിയിട്ട് 10:30 വരെ പൂർണ്ണമായി പങ്കെടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി പറയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര സമയം. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇത് നമ്മൾ അപ്ലൈ എല്ലാ ഏരിയകളും അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക്കൽ റിസൾട്ടുകൾ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ ഒരുപാട് പ്ലാനിങ് അതിൻ്റെ മുന്നിൽ നമ്മളെ മുമ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ പിന്നെ നമ്മൾ ഒരു സ്ഥാപനം നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം സ്ഥാപനങ്ങളിലേക്കാണ് ഇത് വികസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷമാണെന്ന് മാത്രമല്ല ഈ ഒരു സന്തോഷം നമ്മൾ അറിയിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഒരിക്കലും ഇതൊരു അവകാശവാദങ്ങളല്ല, മറിച്ച് ഒരു സൊല്യൂഷൻ നമ്മളൊരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയൊക്കെ നടക്കുള്ളൂ, പ്രത്യേകിച്ച് ദർസി മേഖലകളിൽ സ്ഥാപനങ്ങളുടെ മേഖലയിൽ ഇതും പുതിയ കാലത്ത് ഇത്രേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും വളരെ ഫാസ്റ്റായ സൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ പങ്കുവെക്കുക, എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം. കടപ്പാടാണ് സമൂഹത്തോട് ഇത് പറയുക എന്നത് നമ്മുടെ ഒരു കടപ്പാടാണ്. ആ കടപ്പാട് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. നമുക്ക് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, നല്ല ഈ വിഷയത്തിൽ ചിന്തിച്ചിരിക്കുന്ന നല്ല സ്ഥാപന വക്താക്കളുണ്ടാകും, സ്ഥാപന നടത്തിപ്പുകാർ. അവർക്കൊരു സൂചന കൂടിയാണ് സ്ഥാപനത്തെ ഈ രീതിയിൽ ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാം. സ്ഥാപന നടത്തിപ്പുകാർക്ക് അവരുടെ സ്ഥാപനങ്ങളെ ഈ രീതിയിലേക്ക് മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും അതിന് സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടേഷൻ അത് ലഭ്യമാണെന്നുള്ള അറിയിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ ഒരു എപ്പിസോഡ്. അതുപോലെ ശ്രോതാക്കളായ രക്ഷിതാക്കൾക്ക് അവരുടെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനൊരു സ്ഥാപന സംവിധാനം സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അറിയിക്കൽ കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.